നമസ്കാരം. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇഡി കസ്റ്റഡി ഏപ്രിൽ 1-ാം തീയതി വരെ നീട്ടിയതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ ഒരു വീഡിയോ സന്ദേശവുമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. ഈ വീഡിയോ സന്ദേശത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണയ്ക്കണം എന്ന ആവശ്യമാണ് സുനിത കെജ്രിവാൾ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഈ സന്ദേശത്തിൽ അവർ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നതായി കൂടി ജനങ്ങളെ അറിയിച്ചിരുന്നു. കെജ്രിവാൾക്കോ ആശീർവാദ് എന്ന ക്യാമ്പയിൻ ആരംഭിച്ചുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട പിന്തുണ അരവിന്ദ് കെജ്രിവാളിന് നൽകണമെന്ന തരത്തിലായിരുന്നു സുനിത കെജ്രിവാൾ സംസാരിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെ ഈ ക്യാമ്പയിന്റെ ഭാഗമായി അവർ ഒരു വാട്സാപ്പ് നമ്പർ ജനങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ അയക്കുന്ന എല്ലാ സന്ദേശങ്ങളും, അതായത് ജനങ്ങൾ അയക്കുന്ന ഓരോ സന്ദേശങ്ങളും, അരവിന്ദ് കെജ്രിവാളിനുള്ള എല്ലാ പിന്തുണയും അദ്ദേഹത്തെ നേരിൽ കാണുമ്പോൾ ഞാൻ അറിയിക്കുമെന്നുകൂടി സുനിത കെജ്രിവാൾ അഭിപ്രായപ്പെട്ടിരുന്നു. എന്തായാലും ജനങ്ങളുടെ പിന്തുണ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ആം ആദ്മി പാർട്ടി ഈ വാട്സാപ്പ് ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് വലിയ തോതിലുള്ള സന്ദേശങ്ങൾ എത്തി തുടങ്ങി. തീർച്ചയായും അതിൽ കുറച്ചൊക്കെ അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്നതായിരുന്നു. പക്ഷേ ഭൂരിഭാഗം സന്ദേശവും അതല്ലായിരുന്നു. മറിച്ച് അരവിന്ദ് കെജ്രിവാൾ എത്രയും പെട്ടെന്ന് രാജിവെച്ച് പുറത്തു പോകണം എന്ന ജനങ്ങളുടെ ആവശ്യമാണ് ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരുന്നത്. ഇതേ തുടർന്ന് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ആ വാട്സാപ്പ് നമ്പർ തന്നെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് BJPയുടെ ദേശീയ വക്താവായ ഷെഹസാദ് പൂനെവാല അഭിപ്രായപ്പെടുന്നത്. ഇതിന്റെ തെളിവ് സഹിതം അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുമുണ്ട്. 82 97 32 46 24 എന്ന ഫോൺ നമ്പർ ഇനി മുതൽ ലഭ്യമല്ല എന്നുകൂടി ഈ സന്ദേശത്തിൽ പറയുന്നു. അതായത് പിന്തുണയ്ക്ക് വേണ്ടി ആം ആദ്മി പാർട്ടി ആരംഭിച്ച ഒരു ക്യാമ്പയിൻ, അല്ലെങ്കിൽ അതിനു വേണ്ടി അവർ പുറത്തുവിട്ട ഒരു വാട്സാപ്പ് നമ്പർ, അത് അവർക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ക്യാമ്പയിൻ ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ നമ്പർ ആം ആദ്മി പാർട്ടിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.